ചെയ്യുന്നത്. വയോധികയെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ മണ്ണാർക്കാട് നബീസ കൊലപാതക കേസിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി. തോട്ടര സ്വദേശിനിയായ നബീസയെ കൊലപ്പെടുത്തിയത് പേരക്കുട്ടി ബഷീറും ഭാര്യ ഫസീലയും ചേർന്നാണ്. പ്രമാദമായ കൂടത്തായി കേസിനോട് സാമ്യതകൾ ഏറെയുള്ള കേസിൽ 9 വർഷങ്ങൾക്ക് ശേഷമാണ് നാളെ പ്രതികൾക്ക് ശിക്ഷ വിധിക്കാനിരിക്കുന്നത്. കൊലപാതകം ആസൂത്രണം ചെയ്ത ശേഷം വർഷങ്ങളുടെ കാത്തിരിപ്പ്, ആസൂത്രണത്തിലെ രീതികൾ ഏറെക്കുറെ സമാനം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൂടത്തായ് കേസിനോട് ഏറെ സാമ്യതയുള്ള കേസാണ് മണ്ണാർക്കാട്ടെ നബീസയുടെ കൊലപാതകമെന്ന് പറയാൻ കാരണം. പുണ്യമാസത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകം പദ്ധതിയിട്ടത് നബീസയുടെ പേരക്കുട്ടി ബഷീറും ഭാര്യ ഫസീലയും. നോമ്പു തുറക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് 71-കാരിയായ നബീസയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ചീരക്കറിയിൽ വിഷം കലർത്തി നൽകിയായിരുന്നു ആദ്യ ശ്രമം. ഇത് പാളിയെന്നുറപ്പായതോടെ രാത്രിയിൽ ബലമായി വായിലേക്ക് വിഷമൊഴിച്ചു നൽകി മരണമുറപ്പിച്ചു. ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് തൊട്ടടുത്ത ദിവസം റോഡിൽ ഉപേക്ഷിച്ചു. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത കത്താണ് അന്വേഷണത്തിൽ വഴിത്തിരിവായതെന്ന് പോലീസ് പറയുന്നു. മൃതദേഹം റോഡരികിൽ കണ്ട കാര്യം ബഷീർ തന്നെയായിരുന്നു പോലീസിനോട് വിളിച്ചു പറഞ്ഞതും. കേസന്വേഷണത്തിനെന്ന വ്യാജേന പ്രതികളെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ ഫസീലയോട് നബീസയ്ക്കുണ്ടായിരുന്ന താൽപ്പര്യക്കുറവാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തൃപ്പൂണിത്തുറയിൽ പർദ്ദ ധരിച്ചെത്തി മുളകുപൊടി സ്പ്രേ ചെയ്ത് പണവും ആഭരണവും കവർച്ച ചെയ്ത കേസിലും കല്ലേക്കാട് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്ന് സ്വർണം കവർന്ന കേസിലുമടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഫസീല. വല്യമ്മയുടെ താൽപ്പര്യക്കുറവ് പ്രകോപന കാരണമായപ്പോൾ കൂട്ടുനിന്നത് സ്വന്തം ഭർത്താവും. കേസിൽ 9 വർഷത്തിന് ശേഷമാണ് നാളെ കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കാനിരിക്കുന്നത്. ബഷീറിന്റെ രക്ഷിതാക്കളുടെ മരണത്തിലും ഫസീലയ്ക്ക് പങ്കുണ്ടെന്ന് ബന്ധുക്കൾ ആരോപണമുന്നയിച്ചിരുന്നു. മെത്തോമൈൻ എന്ന വിഷപദാർത്ഥം നൽകി പിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നായിരുന്നു പരാതി ഉയർന്നിരുന്നത്. പുണ്യമാസത്തിലെ കൊടും ക്രൂരതയ്ക്ക് എന്ത് ശിക്ഷയെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് നബീസയുടെ ബന്ധുക്കൾ. മറ്റു ദുരൂഹ മരണങ്ങളിൽ അന്വേഷണം വേണമെന്ന ആവശ്യവും സജീവമാണ്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.